നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ധനരാജയോഗം ജീവിതത്തിൽ വന്നു ചേരുന്ന കുറേയധികം നക്ഷത്ര ജാതകരുണ്ട്. ഒരു 12 നക്ഷത്ര ജാതകർക്ക് ധനരാജയോഗം ജീവിതത്തിൽ വന്നു ചേരുന്നതോടു കൂടി തന്നെ നല്ല അവസരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചകളും ധനലാഭങ്ങളുമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ 12 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ യോഗമുള്ളത്. വ്യാഴവും ശുക്രൻ, ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങളെല്ലാം തന്നെ അനുകൂലമായിട്ട് വന്നു ചേരുകയും ഈ സമയം ഇവർക്ക് ധനരാജയോഗം ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളിലേക്ക് ഈ നക്ഷത്ര ജാതകർക്ക് എത്തിച്ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുവാൻ കഴിയാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. എന്തായാലും പൂജയിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും കൂടി ഒന്ന് പറഞ്ഞ് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങളൂടി നിർദ്ദേശിക്കാൻ കഴിയുന്നതായിരിക്കും. അതുകൂടി നിങ്ങൾ പിന്തുടരുക. ഉറപ്പായും ജീവിതത്തിൽ ഏത് പ്രശ്നത്തെയും ഈശ്വരഭക്തി കൊണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. എന്ത് തന്നെയാലും ഭാഗ്യവും ഐശ്വര്യങ്ങളും ധനരാജയോഗങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വലിയ ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു കാലഘട്ടമാണ് തുറക്കപ്പെടുന്നത്. ധനാഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ധനരാജയോഗങ്ങളും ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ വലിയ തോതിലുള്ള ഉയർച്ചയും ഉന്നതികളുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് സംഭവിക്കുവാൻ പോകുന്നത്. ധനത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇനിയുള്ള സമയങ്ങളിൽ അശ്വതി നക്ഷത്ര ജാതകരെ അലട്ടുകയില്ല. ഉറപ്പായും നിങ്ങൾക്ക് ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു ഘോഷയാത്രയാണ് ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ കൈവരിക്കുവാൻ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് കഴിയുന്നത്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ധനരാജയോഗം വന്നു ചേരുമ്പോൾ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികൾക്കാണ് ഇവർക്ക് ജീവിതം വഴിമാറുന്നത്. നിങ്ങളുടെ മുമ്പിലെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം പൂർണ്ണമായും അസ്തമിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണിത്. ഈ സമയം തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. കുടുംബദേവീ ദേവന്മാർക്ക് വേണ്ടുന്നുള്ള പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നിങ്ങൾ നടത്തുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ചൈതന്യങ്ങളും കുടുംബത്തിൽ വന്നു ചേരുവാനും കാരണമായി തീരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാരുള്ള കുടുംബങ്ങളിൽ സർവ്വ ഐശ്വര്യം വന്നു ചേരുന്നതായിരിക്കും. ആ കുടുംബത്തിൽ ഭാഗ്യദേവത കടന്നു വരുന്ന സമയമാണ്. ആ കുടുംബത്തെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആരായിക്കൊള്ളട്ടെ, ആ വ്യക്തികൾക്കൊക്കെ ധനാഭിവൃദ്ധിയും അല്ലെങ്കിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലോട്ടറി അടിക്കുവാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇവരുടെ കുടുംബങ്ങളിൽ ഭാഗ്യദേവത ഇങ്ങനെ വന്നിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഭാഗ്യാന്വേഷികളായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഭാഗ്യം പരീക്ഷിക്കുക. പിന്നെ വിദേശത്തേക്കുള്ള ഭരണി നക്ഷത്ര ജാതകരാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ കണ്ണടച്ച് ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ തുണയായിട്ട് അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹങ്ങളും ഭഗവാന്റെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള വിജയങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നേട്ടങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. ഉന്നതമായ ധനലാഭങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ഈ കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ദുഃഖ ദുരിതങ്ങളെല്ലാം പൂർണ്ണമായും അസ്തമിച്ച് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ധനത്തിൻ്റെ അധിപനായി തീരുവാൻ കഴിയുന്ന സമയമൊക്കെയാണ്. എല്ലാവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായും അകലുന്നൊരു സമയമൊക്കെയാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ മകം നക്ഷത്ര ജാതകരായി പിറന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഭാഗ്യമുദിക്കുന്ന സമയമാണ്. ധനരാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതോടുകൂടി തന്നെ
ധനവാനായി തീരുവാനും ധനത്തിന് മീതെ വലിയ തോതിലുള്ള ഉയർച്ചകൾ നേടിയെടുക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. സമ്പന്നമായ ഒരു ഭാവി കെട്ടിപ്പടുത്തുയർത്തുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ജീവിതത്തിൽ തൊട്ടിതെല്ലാം പൊന്നാക്കി സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയും സാമ്പത്തിക ഉയർച്ചയോടു കൂടിയുമുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്പത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഈ കാലയളവിൽ ഉത്രം നക്ഷത്ര ജാതകർക്ക് ഉണ്ടാവുകയില്ല. ധനരാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുന്നതോടുകൂടി തന്നെ സമ്പന്നനായി തീരുവാൻ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിക്കുക, എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉറപ്പായും ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും ജീവിതത്തിൽ. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. അത്തം നക്ഷത്ര ജാതകർ ജീവിതത്തിൽ കൈവരിക്കാൻ പോകുന്ന നേട്ടങ്ങൾ ധനാഭിവൃദ്ധിയുടെ സമയമാണ് നിങ്ങൾക്ക്. വലിയ തോതിലുള്ള ധനങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും നിങ്ങൾക്ക് കുടുംബത്തുണ്ടാകും. ആ കുടുംബത്ത് ഈശ്വര ചൈതന്യത്താൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബ ദേവീദേവന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം ഈ കാലഘട്ടങ്ങളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കുക തന്നെ ചെയ്തായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശാഖം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള സമ്പന്നതയും ഉയർച്ചയും ഉണ്ടാകുന്നതായിരിക്കും. ധനരാജയോഗം ജീവിതത്തിൽ കൈവരിക്കുന്നതോടുകൂടി തന്നെ സമ്പന്നതയും ഉയർച്ചയും ഉന്നതികളും നിങ്ങൾക്ക് വന്നു ചേരും. ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക, കുടുംബസമേതം ക്ഷേത്രങ്ങളിൽ ദർശനമൊക്കെ നടത്തുക, കുടുംബത്തെ ഐശ്വര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. അനിഴം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി ഒരു സാമ്പത്തിക ഉയർച്ചയിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അകന്ന് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചകൾ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ധനരാജയോഗ സമയങ്ങളിൽ നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ ഭാഗ്യാനുഭവത്തിലൂടെയാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. സമ്പന്നതയുടെ നെറുകയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നൊരു സമയമാണ്. ദുഃഖ ദുരിതങ്ങളും എല്ലാം അകന്ന് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായൊരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ധനരാജയോഗ സമയങ്ങളിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളുമാണ് ധനരാജയോഗങ്ങളിൽ ഈ സമയങ്ങളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കുന്നത്. അടുത്ത ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ സൗഭാഗ്യവും ഭാഗ്യവും ഒരുപോലെ വന്നു ചേരും ഈ നക്ഷത്ര ജാതകർക്ക്. കുടുംബ അംഗങ്ങൾക്ക് വലിയ സന്തോഷങ്ങൾ പകർന്നു കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ഒരു ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. വസ്തുവൊക്കെ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് വസ്തു മേടിക്കുവാൻ കഴിയുന്നതായിരിക്കും. ഏത് മേഖലയായാലും ശരി ശോഭിക്കുവാൻ കഴിയുന്ന സമയങ്ങളാണ്. വൻ അവസരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും. ഇതൊക്കെ കഠിനാധ്വാനം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുക. ജീവിതത്തിൽ ഉറപ്പായും ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. ധനരാജയോഗ സമയങ്ങളിൽ അത്ഭുതകരമായിട്ടുള്ള സാമ്പത്തിക മാറ്റങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ കാണപ്പെടുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള സകല ദുഃഖങ്ങളും മാറി നല്ല രീതിയിലുള്ള ഉയർച്ചയിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ ധനരാജയോഗങ്ങളിൽ എത്തിച്ചേരുവാൻ പോകുന്നത്. കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, ഈശ്വരനെ പ്രാർത്ഥിക്കുക, കുടുംബത്തെ വിളക്ക് തെളിയിക്കുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഈ ധനരാജയോഗ സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും നടപ്പിലാവണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള 12 നക്ഷത്ര ജാതകരും വളരെയധികം കഠിനാധ്വാനത്തോടു കൂടിയും ഈശ്വര വിശ്വാസത്തോടു കൂടിയും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത് വന്നു ചേരുകയുള്ളൂ. ഉറപ്പായും സൽപ്രവർത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും.